ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നല്ല അടിപൊളി വാൻഡയുടെ പൂക്കളാണ് നമ്മളിപ്പോൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൂക്കളുള്ള വാൻഡകൾ ചോദിച്ചിട്ട് ആരും വരരുത്. ഇതെല്ലാം നമ്മുടെ ഗാലറിയിൽ കിടന്ന നമ്മുടെ അതിസുന്ദരികളായ പൂക്കളുടെ ഫോട്ടോസാണ്. ഇപ്പോൾ നിലവിൽ ഇതൊന്നും വിത്ത് ഫ്ലവറായിട്ട് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാൻഡ സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്ലൂമിങ് സൈസിലുള്ള വാൻഡകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ പറയുന്ന പ്ലാന്റുകളെല്ലാം തന്നെ മെച്ചേർഡ് ആയിട്ടുള്ള ബ്ലൂമിങ് സൈസ് പ്ലാന്റുകളാണ്. പക്ഷേ വിത്ത് ബഡോ ഫ്ലവറോ ആയിട്ട് നമ്മൾ പ്ലാന്റ്സ് ഓഫർ ചെയ്യുന്നില്ല. കാരണം വളരെ ലിമിറ്റഡ് ആയ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ ബഡ് സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ ഫ്ലവർ ഉള്ളതൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കൊരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ ഒരേ സമയം വരും. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ചോദിക്കുന്ന പോലെ ബഡും ഫ്ലവറും ഉള്ളത് അത് ഇഷ്ടപ്പെട്ട വെറൈറ്റിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നല്ല നല്ല വെറൈറ്റീസ് കാണുന്ന സമയത്ത് അത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക. കാരണം നമ്മുടെ എല്ലാ പ്ലാന്റുകളും ടാഗായിട്ടുള്ള പ്ലാന്റാണ്. ഒരു കാരണവശാലും ഒരു 99% നമുക്ക് ഇതുപോലെ ഫ്ലവറിൻ്റെ ഐഡി മാറി വിരിഞ്ഞ ചരിത്രം നമ്മുടെ എക്സ്പീരിയൻസിലില്ല. ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റീസ് നമുക്ക് വേണ്ട സ്റ്റോക്കിലുണ്ട്. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഉള്ളത്. പിന്നെ ഓരോ പ്ലാന്റുകളും അതിൻ്റെ വെറൈറ്റി അനുസരിച്ച് സൈസിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ചില വെറൈറ്റികൾ അത്യാവശ്യം നല്ല സൈസുള്ളതാണ്. അതിൻ്റെ ഒരു 10 പ്ലാന്റ് ഉണ്ടെങ്കിൽ 10 പ്ലാന്റും നല്ല സൈസുള്ളതാണ്. ചില വെറൈറ്റികൾ ഇതേപോലെ ചെറിയ സൈസാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു പ്ലാന്റ് ബ്ലൂമിങ് സൈസ് ആയിട്ടില്ല എന്നുള്ളതല്ല, ആ ഒരു വെറൈറ്റി അങ്ങനെയാണ് വരുന്നത്. ഇത് സുഫാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ലീഫുകളൊക്കെ ഇങ്ങനെ താഴോട്ടായിട്ടാണ് ആ സുഫാൻ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ നിൽക്കുന്നത്. അപ്പോൾ ഓരോ പ്ലാന്റുകൾക്കും ഓരോ നാച്ചർ ഉണ്ട്. പിന്നെ വാൻഡയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുകയാണെങ്കിലാണ് നമ്മുടെ വാൻഡയിൽ ബഡുകൾ വരുന്നത്. നമ്മളിനി എന്ത് തന്നെ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുത്തു എന്ന് പറഞ്ഞാലും നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ഇല്ല എന്ന് വെച്ചെങ്കിൽ വാൻഡയ്ക്ക് ഫ്ലവർ ചെയ്യാൻ നല്ല മടിയാണ്. ഉള്ള കാര്യം പറയണമല്ലോ നമ്മളല്ലേ. അപ്പോൾ നല്ല മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുള്ള ഏരിയയിൽ തന്നെ നമ്മൾ വാൻഡകൾ പ്ലാന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുമ്പോൾ നമുക്ക് വാൻഡകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാൻഡകൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഗ്രീൻ നെറ്റ്, ഒരു 2 ലെയർ ഗ്രീൻ നെറ്റ് ഇട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ നമുക്ക് ബഡ് വരൽ കുറവാണ്. അപ്പോൾ നല്ല പുതിയ വെറൈറ്റീസൊക്കെ വരുമ്പോൾ നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുകയാണെങ്കിലും ചില വെറൈറ്റിയുടെയൊക്കെ ബഡ് കാണാൻ എനിക്കും ഭയങ്കര ആഗ്രഹമാണ്, പ്രത്യേകിച്ച് ഇതുവരെ കാണാത്ത വെറൈറ്റിയൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 2 ലെയർ ഗ്രീൻ നെറ്റ് ഇല്ലാതെ UV മാത്രം വരുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അങ്ങനെ സ്പെഷ്യൽ വെറൈറ്റികൾ ഫ്ലവർ കാണണമെന്ന് ആഗ്രഹമുള്ള വെറൈറ്റികൾ ഞാൻ അങ്ങോട്ടേക്ക് എടുത്തിടും. അപ്പോൾ അവിടെ ഇടുന്ന സമയത്താണ് അവിടെ നമുക്ക് ഒരുപാട് പ്ലാന്റ് ഇടാനുള്ള സൗകര്യമില്ല. കുറച്ച് പ്ലാന്റൊക്കെ എല്ലാ വെറൈറ്റിയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റിയിൽ നിന്നൊക്കെ ഓരോന്ന് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ഇടും. അങ്ങനെ ഇട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ടിട്ട് ഈ പ്ലാന്റ് എടുത്ത് നോക്കലാണ് കേട്ടോ എനിക്ക് പരിപാടി, ഉള്ളിൽ നിന്ന് ബഡ് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഒരാഴ്ച കൂടിപ്പോയാൽ 2 ആഴ്ച അപ്പോഴത്തേക്കും തന്നെ ഓരോ ലീഫിൻ്റെ ഇടയിൽ നിന്ന് ഓരോ കുഞ്ഞ് ബഡുകൾ ഇങ്ങനെ വരുന്നത് കാണാം. അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു റിംഗോ സ്റ്റൈലിൻ്റെ പ്ലാന്റ് ആണ്. അതിലൊരു ബഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് റിംഗോ സ്റ്റൈലിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ബഡോട് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരെടുത്തും ബഡ് ഉണ്ട് എന്ന് പ്ലാന്റിന് പറയാത്തതിൻ്റെ കാരണം ആ വരുന്ന ആൾ ബഡ് തന്നെയാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യണം. ഇത് ബഡാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു വാൻഡയിലുള്ള ബഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ആ ഒരു ഏരിയയിൽ കിട്ടപ്പോൾ വരുന്ന ബഡുകളാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ 2 ബഡ് വരുന്നുണ്ട്. ഒരു ബഡ് വന്നിട്ട് എന്തോ കാരണത്താൽ അത് വിരിയാണ്ട് പോയി. അപ്പോൾ ഇവിടെ ഒരു ബഡ്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ബഡ് വരുന്നുണ്ട്. അപ്പോൾ കാലത്ത് നമ്മുടെ ഗാർഡനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമുള്ള പരിപാടികളാണ് പുതിയ ബഡ്സ് ഏതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോ ബഡിൻ്റെ കുനിപ്പുകൾ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വെറൈറ്റിയിൽ കണ്ടോ, നിറയെ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. ഓരോ ഫ്ലവർ സ്പൈക്ക് കട്ട് ചെയ്ത് പോയതിൻ്റെ പാട് അതിൽ കാണാം. അതേപോലെ ഒരു പുതിയ ബഡും പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലോംബിഡ് ബ്ലൂ എന്ന് പറഞ്ഞ വെറൈറ്റി തൊട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് ബ്ലൂമിങ് സൈസിൽ പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫോട്ടോസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട വെറൈറ്റികൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് വാൻഡയാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ വാൻഡയുടെ കാറ്റലോഗ് ഞാൻ ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒരുവിധം ഓർക്കിഡ് ലവേഴ്സിന് എല്ലാവർക്കും അറിയുന്ന പോലെ വാൻഡ അത്യാവശ്യം ഒരു റേറ്റ് വരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ വാൻഡയുടെ സീഡ്ലിങ്സ് അവൈലബിൾ അല്ല. ബ്ലൂമിങ് സൈസിലുള്ള പ്ലാന്റുകൾ മാത്രമാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. 750 രൂപയാണ് വാൻഡയുടെ ബ്ലൂമിങ് സൈസിലുള്ള പ്ലാന്റിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ വെറൈറ്റി അനുസരിച്ച് പ്രൈസിൽ വ്യത്യാസങ്ങളുണ്ട്.
അപ്പോൾ ചില വെറൈറ്റികൾ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ്. അതേപോലെ തന്നെ ആദ്യം ചോദിക്കുന്നവർക്ക്, ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയാനുള്ളത്, വേണ്ട നമുക്ക് റോൾ ചെയ്ത് പാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ലീഫൊന്നും ഒടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ വേണ്ടയ്ക്ക് കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മുടെ ബോക്സിന് വോളിയം കൂടുമ്പോൾ അതിനനുസരിച്ച് കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു വാൻഡയുടെ സെയിലിനെ കുറിച്ച് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നീട് ആ ഒരു വെറൈറ്റി സ്റ്റോക്കിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റികൾ കാണുകയാണെങ്കിൽ പിന്നോട്ട് വയ്ക്കാതെ, പ്രത്യേകിച്ച് ഓർക്കിഡാണ്, ഓരോ തവണ വരുമ്പോഴും റേറ്റ് കൂടുക എന്നല്ലാതെ കുറയുന്ന ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായും കളക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം സ്റ്റോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയില്ല അത് അടുത്ത മാസം സെയിം വെറൈറ്റി സ്റ്റോക്ക് വരുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് പെട്ടെന്ന് തന്നെ നമ്മുടെ കളക്ഷനിലേക്ക് എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ നേരത്തെ ബഡിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ ബഡ് വന്ന പ്ലാന്റുകൾ നമ്മളിവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്കിവിടെ ഫ്ലവർ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. ഈ റഫറൻസ് പിക്ക് തന്നെയാണ് നമ്മളും കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചില വെറൈറ്റിയൊക്കെ വരുമ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടി നമ്മൾ നല്ല ലൈറ്റിലൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ബഡ് വന്ന് കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ പ്ലാന്റുകൾ ദയവ് ചെയ്ത് ചോദിക്കരുത്. അപ്പോൾ അത് ചോദിക്കരുതെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഫ്ലവർ ആയതിനു ശേഷം നമുക്ക് കൊടുക്കാം. ബഡുള്ള പ്ലാന്റുകൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഈ ട്രാൻസിറ്റിൽ അതിനൊരു ഷോക്കൊക്കെ വരാനും അതുപോലെ തന്നെ ബഡ് കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതൊരു 100% സാധ്യത ആണ്. അത് വിചാരിച്ചിട്ട് അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. അപ്പോൾ ബഡുകൾ നമുക്ക് ഒന്നിൽ കൂടുതൽ വെറൈറ്റിയിൽ സെയിം വെറൈറ്റി ബഡ് ഉണ്ടെങ്കിൽ തരാം. അത് ആദ്യം വരുന്നവർക്കായിരിക്കും. ഒരുപാട് പ്ലാന്റ് നമുക്ക് ബഡ് ഉള്ളത് നിലവിലില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും വെറൈറ്റി നമുക്ക് സ്റ്റോക്കിൽ വരാൻ തന്നെ കാരണം 2 മാസത്തോളമായിട്ട് നമ്മൾ വാൻഡയുടെ സെയിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വെറൈറ്റീസ് നമുക്കിപ്പോൾ കയ്യിലുണ്ടാവാൻ കാരണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വെറൈറ്റീസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് റിപ്ലൈ തരാൻ വൈകിയെന്ന് കരുതി ആരും വിഷമമൊന്നും കരുതരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്